സിനിമയുടെ തുടക്കത്തിൽ 4 സുഹൃത്തുക്കളായ ലൂക്ക്, ഫിൽ, ഡൊം, ഹച്ച് എന്നിവർ അവരുടെ 5ാമത്തെ സുഹൃത്തായ റോബ് കൊല്ലപ്പെട്ടതിന്റെ ആഘാതത്തിലാണ്. ഒരു മദ്യശാലയിൽ വെച്ച് റോബിന് നേരെയുണ്ടായ ആക്രമണം കണ്ടിട്ടും ലൂക്ക് ഭയം കാരണം ഒളിച്ചിരുന്നത് അവനെ വലിയ മാനസിക സംഘർഷത്തിലാക്കുന്നു. റോബിന്റെ ഓർമ്മയ്ക്കായി അവർ സ്വീഡനിലെ ഒരു വനത്തിലൂടെ കാൽനടയാത്ര നടത്താൻ തീരുമാനിക്കുന്നു. യാത്രയുടെ തുടക്കത്തിൽ തന്നെ അവർക്ക് വഴിതെറ്റുന്നു. ഡൊമിന് കാൽമുട്ടിന് പരിക്കേറ്റതോടെ അവർ എളുപ്പവഴിയായ കാടിന്റെ ഉൾഭാഗത്തിലൂടെ പോകാൻ തീരുമാനിക്കുന്നു. എന്നാൽ അവിടെ വെച്ച് അവർ വിചിത്രമായ ചില കാര്യങ്ങൾ കാണുന്നു. മരങ്ങളിൽ കൊത്തിവെച്ച ചിഹ്നങ്ങളും കഴുത്തറുത്ത് തൂക്കിയിട്ട മാനിന്റെ ശരീരം പോലെയുള്ള ഭീകരമായ കാഴ്ചകളും അവരെ അസ്വസ്ഥരാക്കുന്നു. രാത്രിയായപ്പോൾ അവർ ഒരു ഉപേക്ഷിക്കപ്പെട്ട കുടിലിൽ അഭയം തേടുന്നു. കുടിലിന്റെ അകത്ത് വിചിത്രമായ വസ്തുക്കളും ഒരു മനുഷ്യരൂപത്തിലുള്ള രൂപവും അവർ കണ്ടെത്തുന്നു. രാത്രിയിൽ അവരറിയാതെ ആരോ ഒരാൾ വാതിൽ തുറന്നിടുകയും എല്ലാവർക്കും ഭീകരമായ പേടിസ്വപ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ലൂക്കിന്റെ സ്വപ്നത്തിൽ അവൻ റോബ് കൊല്ലപ്പെടുന്നതും അതുകണ്ട് ഭയന്നോടുന്നതും വീണ്ടും കാണുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ അവരിലൊരാളായ ഹച്ചിനെ കാണാതാകുന്നു. ഹച്ചിനെ തെരഞ്ഞു പോകുമ്പോൾ അവർ അവനെ ഒരു മരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ഇതോടെ അവർ ഭയന്ന് ഓടാൻ തുടങ്ങുന്നു. പിന്നീട് അവർക്ക് ഫിലിനെയും ഡൊമിനെയും നഷ്ടമാകുന്നു. കാടിനുള്ളിൽ മനുഷ്യരല്ലാത്ത ഒരു ജീവി അവരെ പിന്തുടരുന്നുണ്ടെന്ന് ലൂക്കിന് മനസ്സിലാകുന്നു. ഈ യാത്രയിൽ റോബിന്റെ മരണത്തിൽ തനിക്ക് നേരിട്ട് പങ്കില്ലെങ്കിലും അവനെ രക്ഷിക്കാൻ ശ്രമിക്കാത്തതിലുള്ള കുറ്റബോധമാണ് ലൂക്കിനെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത്. ഒടുവിൽ ലൂക്ക് ഒരു ഗോത്രവർഗക്കാരെ കണ്ടെത്തുന്നു. ആ ഗോത്രക്കാർ പുരാതന നോർഡിക് ദേവതയായ മോഡറിനെ ആരാധിക്കുന്നവരാണ്. മനുഷ്യനെപ്പോലെയുമല്ലാത്ത മൃഗത്തെപ്പോലെയുമല്ലാത്ത ആ ഭീകരജീവിയുടെ ആരാധകരാണ് അവർ. മോഡറിന്റെ ശക്തിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കാനും അല്ലെങ്കിൽ ബലിയാകാനും ലൂക്കിനോടവർ ആവശ്യപ്പെടുന്നു. താൻ ഇതുവരെ അനുഭവിച്ച ഭയത്തെയും കുറ്റബോധത്തെയും അതിജീവിച്ച് ലൂക്ക് ആ ജീവിയെ നേരിടാൻ തീരുമാനിക്കുന്നു. ലൂക്ക് ഗോത്രത്തിൽ നിന്നും രക്ഷപ്പെടുകയും ആ ഭീകരജീവിയുമായി ഏറ്റുമുട്ടുകയും ചെയ്യുന്നു. ഒടുവിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി ഉപയോഗിച്ച് ലൂക്ക് അതിനെ പരിക്കേൽപ്പിക്കുന്നു. അങ്ങനെ ഭീകരമായ വനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ലൂക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്.